തമിഴ്നാട് സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരും അതിൽ സുപ്രീം കോടതി നടത്തിയ ഇടപെടലും നമുക്കറിയാവുന്നതാണ്. ഒരു സർക്കാർ ഒരു ബില്ല് പാസ്സാക്കിയാൽ അത് നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഗവർണർ, രാഷ്ട്രപതി എന്നിവർ ഒപ്പിട്ടില്ലെങ്കിൽ അത് നിയമമായി മാറുമെന്നായിരുന്നു അന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നത്. തുടർന്ന് BJP നേതാക്കളടക്കം ഇതിൽ ഇടപെടുകയും വലിയ ചർച്ച നടക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ രാഷ്ട്രപതി കൂടിയിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ഒരു 14 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രാഷ്ട്രപതിക്ക് സമയപരിധി നിശ്ചയിക്കാൻ സുപ്രീം കോടതിക്കാകുമോ എന്നതാണ്. നമ്മൾ ആദ്യമായി ഈ വിഷയത്തിലേക്കാണ് കിടക്കുന്നത്. അജിംസെ, ഇതൊരു ഗവർണർ സർക്കാർ പോര് എന്നായിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത്. സുപ്രീം കോടതിയുടെ ഇടപെടൽ വരുന്നു, പിന്നീട് അതിൽ കേരളം അടക്കം കൊടുത്ത ഹർജികൾ പിൻവലിക്കാനുള്ള നീക്കവും നമ്മൾ കണ്ടാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാഷ്ട്രപതിയുടെ ഒരു ഇടപെടൽ കൂടി ഉണ്ടായിരിക്കുകയാണ്. ചോദ്യങ്ങളും ഇതൊരു ഭരണഘടനാ പ്രശ്നമായിട്ട് കൂടിയിട്ട് മാറുകയല്ലേ ഇപ്പോൾ? തീർച്ചയായിട്ടും ഒരു ഭരണഘടനാ പ്രശ്നമാണ്. ഒരു ഭരണഘടനാ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത്. അപ്പോൾ ഭരണഘടന തന്നെ രാഷ്ട്രപതിക്ക് നൽകുന്ന സവിശേഷമായ അധികാരമുണ്ട് ആർട്ടിക്കിൾ 200 പ്രകാരം. അതായത് ഒരു നിയമത്തിന് മേലോ അല്ലെങ്കിൽ ഒരു ബില്ലിന് മേലോ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ വിധിയുടെ മേലോ എന്തെങ്കിലും ഒരു സംശയം രാഷ്ട്രപതി തോന്നിയാൽ സുപ്രീം കോടതിയോട് ചോദിക്കാം, ഇതെന്താണ്, സംശയ നിവൃത്തി വരുത്താം. സ്വാഭാവികമായിട്ടും ബില്ലുകൾ പാസ്സായി കഴിഞ്ഞാൽ അത് പിടിച്ചു വയ്ക്കുന്ന ഗവർണർമാരുടെ നടപടിക്കെതിരെയാണല്ലോ ഇപ്പോൾ സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടുള്ളത്. അത് കുറച്ച് രാഷ്ട്രീയമാണ്. ഭരണഘടനാപരം എന്നതിനേക്കാൾ ഉപരി ഒരു രാഷ്ട്രീയ പ്രശ്നമായിരുന്നു അത്. കാരണം മുമ്പൊന്നുമില്ലാത്ത വിധം ബില്ലുകൾ പിടിച്ചു വയ്ക്കപ്പെടുന്നു എന്നുള്ളതാണ് അത് രാഷ്ട്രീയ പ്രശ്നമാകാൻ കാരണം. നമ്മുടെ ഭരണഘടന പല കാര്യങ്ങളെക്കുറിച്ചും മൗനം പാലിക്കുന്നുണ്ട്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്യാപ്പ് എന്നൊക്കെ പറയാവുന്ന തരത്തിൽ പല കാര്യങ്ങളെക്കുറിച്ചും മൗനമുണ്ട്. കാരണം ഭരണഘടന ഉണ്ടായ സമയത്ത് ഇല്ലാതിരുന്ന പല പ്രശ്നങ്ങളും ഭരണഘടനയിൽ ഉണ്ടാവില്ല, എല്ലാം ഭരണഘടനയിലല്ലോ. അപ്പോൾ അത്തരം ഗ്യാപ്പുകൾ പരിഹരിക്കുക എന്നുള്ള സുപ്രീം കോടതിയുടെ കർത്തവ്യമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞപ്പോൾ ഹോമോസെക്ഷുവാലിറ്റി സംബന്ധിച്ചുള്ള കൊളോണിയൽ ലോ ആയിരുന്നു നമുക്കിവിടെ ഉണ്ടായിരുന്നത്. സുപ്രീം കോടതി അതിൽ ഇടപെടുകയും അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റായി തന്നെ വ്യാഖ്യാനിക്കുകയും ചെയ്തു. അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ലാത്തൊരു കാര്യം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവം മാറ്റാൻ പറ്റില്ല. കേശവാനന്ദ ഭാരതി കേസ്, അതായത് അതൊരു ചോദ്യമാണ്. അത് ഭയങ്കര ഒരു കുഴപ്പിക്കുന്നൊരു ചോദ്യമാണല്ലോ. ഭരണഘടന ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അവകാശമുണ്ട്. ഭരണഘടന അങ്ങനെ തന്നെ ഭേദഗതി ചെയ്യാൻ, ഭരണഘടനയെ മാറ്റിക്കളയാൻ പാർലമെൻറ്റിന് അവകാശമുണ്ടെന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും പറയുന്ന ഒരു കാര്യമല്ല. പക്ഷേ കേശവാനന്ദ ഭാരതി കേസിൽ എന്താണ് സുപ്രീം കോടതി ചെയ്തത്? ഭരണഘടന ഭേദഗതി ചെയ്യാം, പക്ഷേ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവം മാറ്റാൻ കഴിയില്ല. സെക്യുലറിസം, ഡെമോക്രസി പോലുള്ള ഫെഡറലിസം പോലുള്ള കാര്യങ്ങൾ മാറ്റാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതി അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് വിധിക്കുന്നത്. അപ്പോൾ ഭരണഘടന പറയാത്ത പല കാര്യങ്ങളെയും വ്യാഖ്യാനിച്ചുകൊണ്ട് ആ ഗ്യാപ്പ് ഫില്ലിങ് ദ ഗ്യാപ്പ് എന്നാണ് പറയുക. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളത് സുപ്രീം കോടതിയുടെ കർത്തവ്യമാണ്. അതാണ് ഇപ്പോൾ ഈ ബില്ലുകൾ പാസ്സാക്കുന്ന കാര്യത്തിൽ സുപ്രീം കോടതി ടൈം ലൈൻ നിശ്ചയിച്ചതിലൂടെ ചെയ്തത്. അപ്പോൾ ടൈം ലൈൻ നിശ്ചയിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, അത് ഗവർണർക്ക് മാത്രം ബാധകമല്ല, പ്രസിഡന്റിന് കൂടി ബാധകമാണ്. പ്രസിഡന്റ് കൂടി ബാധകമാക്കുമ്പോൾ പ്രസിഡന്റിന് സ്വാഭാവികമുണ്ടാകുന്ന സംശയം പ്രസിഡന്റിൻ്റെയോ ഗവർണറുടെയോ വിവേചനാധികാരത്തിൽ ചോദ്യം ചെയ്യുന്നതല്ലേ ഈ വിധി എന്ന് ചോദിക്കാവുന്നതാണ്. അത് ചോദിക്കാവുന്നൊരു കാര്യമാണ്. കാരണം അങ്ങനെ ചെയ്യാമോ? അവരുടെ വിവേചനാധികാരം എന്നുള്ളത് ഭരണഘടന തന്നെ അവർക്ക് നൽകിയിട്ടുള്ള ഒരു അവകാശമാണ്. അപ്പോൾ ടൈം ലൈൻ നിശ്ചയിക്കുന്നതിലൂടെ അവർക്ക് ഇക്കാര്യത്തിലുള്ള ഒരു വിവേചനാധികാരം ഇല്ലാതാവുകയല്ലേ? അതൊരു ഭരണഘടനാപരമായ ചോദ്യം തന്നെയാണ്. ആ ചോദ്യം ചോദിക്കുന്നു, പക്ഷേ ആ ചോദ്യം അത്ര നിഷ്കളങ്കവുമല്ല. കാരണം ആ ചോദ്യം നിഷ്കളങ്കമല്ല എന്ന് പറയാൻ കാരണം ആ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടെന്താണ്, പ്രസിഡന്റ് ഈ കാര്യം ചോദിച്ചതിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടെന്താണെന്നുള്ളത് ഈ കേസിൽ വളരെ നിർണായകമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇനി അങ്ങനെ ചോദിച്ചതുകൊണ്ട് സുപ്രീം കോടതി ആകെ വിഷമത്തിലാവുമെന്ന് വെച്ചാൽ അങ്ങനെയില്ല. ഇപ്പോൾ പ്രസിഡന്റ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, ഓക്കെ, അതിന് ഉത്തരം കൊടുക്കാൻ വേണ്ടി വേണമെങ്കിൽ സുപ്രീം കോടതി മറ്റൊരു ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കാം. അവർക്കത് ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പ്രസിഡന്റിന് ഒരു മറുപടി നൽകാം. ആ മറുപടി നൽകിക്കഴിഞ്ഞാൽ ഇപ്പോൾ സുപ്രീം കോടതി അവരുടെ മുൻ വിധി ഏപ്രിൽ 8-ാം തീയതിയിലെ വിധിയിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ടാണ് ആ മറുപടി കൊടുക്കുന്നതെന്ന് കരുതുക. അങ്ങനെ കൊടുത്താൽ ഇനി പ്രസിഡന്റ് എന്ത് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റനുണ്ട്. പ്രസിഡന്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് പ്രസിഡന്റിൻ്റെയും ഗവർണർമാരുടെയും വിവേചനാധികാരത്തെ ഹനിക്കുന്ന ഒരു വിധിയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് ഈ സുപ്രീം കോടതി വിധിയെ മറികടക്കുന്നൊരു ഒരു ലെജിസ്ലേഷൻ നടത്താം എന്ന് വേണമെങ്കിൽ ഉപദേശിക്കാം പാർലമെൻറ്റിന്. അത് അങ്ങനെ സാധ്യമാവുമെന്ന് തോന്നുന്നില്ല. ഇതിൽ കുറേ കൂടി ക്ലാരിറ്റി വരുത്തേണ്ടത് അത്യാവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു സുപ്രീം കോടതി വിധി ഉണ്ടായി, ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്ന അല്ലെങ്കിൽ ഭരണഘടനയുടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു സുപ്രീം കോടതി വിധി ഉണ്ടായത് നല്ലത്. പക്ഷേ അതിൻ്റെ ആ വിധിയുടെ ഭരണഘടനാ സാധുത എത്രത്തോളമുണ്ട് എന്ന് മറ്റൊരു ഭരണഘടനാ ബെഞ്ച് വിശകലനം ചെയ്ത് ഒരു മറുപടി പ്രസിഡന്റ് കൊടുക്കട്ടെ എന്നാണ്. അതായിരിക്കും എൻ്റെ നല്ല രീതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനപ്പുറം ഇത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടെന്താണ്, പ്രസിഡന്റ് അങ്ങനെ ചോദിച്ചതിൽ കേന്ദ്ര സർക്കാർ എന്ത് മറുപടി പറയും, കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് എന്താണെന്നുള്ളതാണ് അതിൻ്റെ രാഷ്ട്രീയം. സ്വാഭാവികമായിട്ടും അറിയാം, ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളെ, പ്രത്യേകിച്ചും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ എങ്ങനെയാണ് കേന്ദ്രം
ഹാൻഡ് ട്വിസ്റ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലപ്പുറം ഇതൊരു ഭരണഘടനാപരമായ ക്ലാരിറ്റി വരുത്തേണ്ട ഒന്നാണ്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ നമ്മളെപ്പോലെ ഒരു മെച്യൂർഡ് ആയിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി ലോകത്ത് വേറെയും രാജ്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, UK. അപ്പോൾ UK ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ UK ഈ അസൻറ്റ് കൊടുക്കുക, ബില്ലിന് അസൻറ്റ് കൊടുക്കുന്ന അവിടുത്തെ രാജാവോ രാജ്ഞിയാണ്. അവിടെ ഒരു അസൻറ്റ് കൊടുക്കുക എന്നുള്ളതൊരു സെറിമോണിയൽ പോസ്റ്റാണ് രാജാവിൻ്റെ. നമുക്കറിയാം, അസൻറ്റ് കൊടുക്കുക മാത്രമേ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയൂ, അത് തള്ളിക്കളയാൻ കഴിയില്ല. അതേസമയം മറ്റ് ചില ഡെമോക്രസികൾ ഇന്ത്യ പോലെ തന്നെ ഉള്ളൂ. ഇപ്പോൾ ഓസ്ട്രേലിയയിലാണെങ്കിൽ ഓസ്ട്രേലിയയിൽ വേണമെങ്കിൽ നിഷേധിക്കാം, അസൻറ്റ് നിഷേധിച്ചുകൊണ്ട് ബില്ല് മടക്കി അയക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അത് വളരെ വളരെ റെയറസ്റ്റ് ഓഫ് റെയർ, അതായത് ഭരണഘടനയ്ക്ക് നേർക്ക് നേരെ വിരുദ്ധമാണെന്ന് തോന്നുന്ന കാര്യത്തിൽ മാത്രമേ അവിടെ ഗവർണർ ജനറലോ മറ്റോ ആണ്. ഈ കോമൺവെൽത്ത് രാജ്യമാണല്ലോ, അപ്പോൾ ബ്രിട്ടീഷ് രാജാവ് തന്നെയാണ് അവിടുത്തെ രാജാവ്. അപ്പോൾ അവരങ്ങനെ ചെയ്യാറുള്ളൂ. ജർമ്മനി, കാനഡ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ വളരെ വളരെ അപൂർവമായിട്ടേ അങ്ങനെ സംഭവിക്കുന്നുള്ളൂ. മോഡേൺ ഹിസ്റ്ററിയിൽ നിന്നും അങ്ങനെ ഒരു അസൻറ്റ് കൊടുക്കാത്ത ഒരു സംഭവം അത്തരം രാജ്യങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ ഇത് ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരെക്കാൾ കുറേ കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫെഡറൽ സംവിധാനം ഇന്ത്യയിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഈ ഭരണഘടനാ ചോദ്യം തന്നെ ഉത്ഭവിക്കുന്നവിടെ നിന്നാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ അതിമനോഹരമായ ഫെഡറൽ സംവിധാനത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണം കൂടിയാണത്. കാരണം പലതരത്തിലുള്ള താല്പര്യങ്ങൾ, ഓരോ സംസ്ഥാനത്തിനും ഓരോ താല്പര്യങ്ങൾ. കേന്ദ്രം ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ പല സംസ്ഥാനങ്ങളും എതിർ നിലപാടുകൾ സ്വീകരിക്കുന്നു. അങ്ങനെ വരുന്ന വളരെ മനോഹരമായൊരു പ്ലൂരാരിറ്റി നമ്മുടെ ഈ ഫെഡറലിസത്തിനുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ ചോദ്യം ഉയരുന്നത്. തീർച്ചയായിട്ടും സുപ്രീം കോടതി അത് വിശകലനം ചെയ്യുകയും ഒരു നല്ല മറുപടി കൊടുക്കുകയും ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നു. സാറേ, ഇപ്പോൾ തമിഴ്നാട് ഗവർണർ പോലുള്ള ആ കേസിൽ ഒരു പുനഃപരിശോധന ഹർജി ഉണ്ടായിട്ടില്ല. അതേസമയത്ത് തന്നെ ഈ BJP ആയിട്ട് ബന്ധപ്പെട്ട കേരളത്തിലെ ആർലേക്കർ അടക്കം പറഞ്ഞൊരു സാധനമുണ്ട്, ഭരണഘടനാ ഭേദഗതി തീരുമാനിക്കുന്ന ജഡ്ജിമാരാണോ എന്നൊക്കെ ഉള്ള. അപ്പോൾ ഈ രാഷ്ട്രപതിയെ മുൻനിർത്തിയുള്ള രാഷ്ട്രപതിയുടെ ഇത്തരം ചോദ്യങ്ങൾ അത് BJPയുടെ അത്ര ഒരു ലക്ഷ്യം കൂടിയാണ്. ഒരു പുനഃപരിശോധന ഹർജിയുമായിട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു തിരിച്ചടി ഉണ്ടാകുമോ വീണ്ടും സുപ്രീം കോടതിയിൽ നിന്ന്? അപ്പോൾ അതിനൊരു മറികടക്കാനുള്ള നീക്കം കൂടിയിട്ടാണോ? ഈ തമിഴ്നാട് കേസിനകത്ത് വളരെ വളരെ സുവ്യക്തമായൊരു വിധി പ്രസ്താവമാണ് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ ആത്മാവിനെ ഉയർത്തിപ്പിടിക്കുന്നൊരു വിധിയായിരുന്നത്. അപ്പോൾ അത് നിശ്ചയമായിട്ടും ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാന ഭരണം എന്ന് പറയുമ്പോൾ BJP സംസ്ഥാനങ്ങളിലെ ഭരണത്തെ സ്തംഭിപ്പിക്കുക, മരവിപ്പിച്ച് നിർത്തുക എന്ന് പറയുന്ന BJPയുടെ സമീപനത്തിന് ഏറ്റവും വലിയൊരു തിരിച്ചടിയായിരുന്നു. അപ്പോൾ അതിനെതിരെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് ഈ പറഞ്ഞ സികേഷ് പറഞ്ഞാൽ റിവിഷൻ പെറ്റീഷൻ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ റിവിഷൻ പെറ്റീഷൻ കൊടുത്താൽ സമാനമായ വിധി തന്നെയാണ് വരിക എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. കാരണം അത്രയും ദീർഘമായ പരിശോധനകൾക്ക് ശേഷമാണ് സുപ്രീം കോടതി ഈ വിധി പ്രസ്താവിക്കുന്നത്. പിന്നെ നിയമപരമായി ബാക്കിയായിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ പ്രസിഡൻഷ്യൽ റെഫറൻസ് എന്ന് പറയുന്നത്. ഭരണഘടന 143 അനുസരിച്ച് പ്രസിഡൻറ്റിനുള്ള അധികാരമാണ്. പക്ഷേ പ്രസിഡൻറ്റ് വളരെ സ്വമേധയാ നിഷ്കളങ്ക ഭാവേന ചോദിച്ച ചോദ്യങ്ങളാണ് ഈ 14 ചോദ്യങ്ങൾ. ഞാൻ വിചാരിക്കുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹം ഹോം മിനിസ്റ്റർ അമിത്ഷായും നിയമമന്ത്രി മേഘ്വാളും രാഷ്ട്രപതി പോയി കാണുന്നുണ്ട്. അതിനുശേഷമാണ് ഈ റെഫറൻസ് പോകുന്നത്. അപ്പോൾ പ്രസിഡൻഷ്യൽ റെഫറൻസ് പോയി കഴിഞ്ഞാൽ ജെയിംസ് പറഞ്ഞ ഒരു സുപ്രീം കോടതി ഒരു പക്ഷേ കുറച്ചും കൂടെ സീരിയസ് ആയി അതൊന്നും കൂടെ നോക്കാം, ഒരു വിശാലമായ ഭരണഘടനാ ബെഞ്ച് അത് പരിശോധിക്കട്ടെ എന്ന് വെക്കാൻ സാധ്യതയുണ്ട്. കോടതി അത് ചെയ്യണം നിർബന്ധമില്ല കേട്ടോ. സുപ്രീം കോടതിക്ക് ഡിക്ലൈൻ ചെയ്യാം, ഇത് പരിഗണിക്കാതിരിക്കുകയും ചെയ്യാം. അങ്ങനത്തെ അനുഭവം ഇന്ത്യയിലുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒരുപക്ഷെ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള പ്രസിഡൻഷ്യൽ റെഫറൻസ് വന്ന് 1993 രാഷ്ട്രപതി ശങ്കർ ദയാൽ ശർമ്മ. അത് ഈ റാം ജന്മഭൂമി അയോധ്യ ബാബരി മസ്ജിദ് ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട് ഈ സൈറ്റ് ഉണ്ടല്ലോ, ബാബരി മസ്ജിദിന് നിന്ന ആ സ്ട്രക്ചറിനടിയിൽ നേരത്തെ മറ്റൊരു ആരാധനാലയമുണ്ടോ എന്നത് പരിശോധിക്കണ്ടേ എന്ന ഒരു ചോദ്യമായിരുന്നു അന്ന് രാഷ്ട്രപതി ചോദിച്ചത്. പക്ഷെ അത് സുപ്രീം കോടതി അത് ഡിക്ലൈൻ ചെയ്യുകയാണ്. ഞങ്ങൾ അതിലേക്ക് കടക്കുന്നില്ല എന്ന് പറയുകയാണ് സുപ്രീം കോടതി ചെയ്തത്. അപ്പോൾ പ്രസിഡൻഷ്യൽ റെഫറൻസ് പരിഗണിക്കാതിരിക്കാം സുപ്രീം കോടതി. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടെ ഒരു ലീഗാലിറ്റി, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു വിഷയം. അതുകൊണ്ട് ഒന്നും കൂടെ വിശദമായൊരു പരിശോധനയ്ക്ക് സുപ്രീം കോടതി വിധേയമാക്കാനായിരിക്കും സാധ്യത. അതിൽ പ്രശ്നം വെച്ചപ്പോൾ അജീംസ് പറഞ്ഞാൽ ഇത് എന്തുകൊണ്ടാണ് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും ഒരു ടൈം ഫ്രെയിം, ഒരു ഷെഡ്യൂൾ അല്ലെങ്കിൽ ഒരു കലണ്ടർ സുപ്രീം കോടതി നിശ്ചയിച്ചു കൊടുത്തതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഭരണഘടനയിൽ അതേക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഭരണഘടന മൗനം അവലംബിക്കുന്ന ഒരു ഏരിയയാണത്. പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്യാപ്പ് ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അതിനകത്ത് ഇത്രയും കാലം കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്യാപ്പ് ഉണ്ടായിട്ട് ഇവിടെ എന്തുണ്ടായി, കുഴപ്പമുണ്ടായെന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല.
ആളുകളും എന്താ പറയുക, ഒരു മെച്യൂർഡ് ഡെമോക്രസിയിൽ ആളുകൾ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ സംവിധാനങ്ങൾ ആരോഗ്യകരമായി നിലനിൽക്കണം എന്ന ഒരു സമീപനമാണ് എല്ലാവരും സ്വീകരിച്ചത്. അതുകൊണ്ടിപ്പോൾ ഒരു സ്റ്റേറ്റ് അസംബ്ലി ഒരു ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ സാമാന്യനെ അതിന് അസൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഗവർണർമാർ ചെയ്യാറുള്ളത്. എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ മടക്കി അയക്കും, കൊറി ഇട്ടിട്ട് മടക്കി അയക്കും. ഇന്ന പ്രൊവിഷൻസിൽ എനിക്കൊരു ക്ലാരിറ്റി കിട്ടേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് തിരിച്ചയക്കാം. അതിൽ ക്ലാരിറ്റി വന്നതിന് ശേഷം അസൻറ്റ് കൊടുക്കാം. അതല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ഡീറ്റെയിൽഡ് റിവിഷൻ നടന്നോട്ടെ എന്നുള്ള ഒരു വിചാരത്തിൽ പ്രസിഡൻറ്റിലേക്ക് രാഷ്ട്രപതിക്ക് റെഫർ ചെയ്യാം. രാഷ്ട്രപതിയോ അത് പരിശോധിച്ച് വളരെ പെട്ടെന്ന് തന്നെ അസൻറ്റ് കൊടുക്കും. ഇതാണ് ഇത്രയും കാലം നമ്മുടെ നാട്ടിൽ നടന്നു പോകുന്നത്. നമുക്ക് അല്ലാത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്നല്ല, ഉണ്ടായിട്ടുണ്ട്, പലപ്പോഴും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് ഭരിക്കുമ്പോണ്ടായിട്ടുണ്ട്, ഗവർണർമാരെ കോൺഗ്രസ് ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇഷ്ടം പോലെ. ഈ രാമകൃഷ്ണ ഹെഗ്ഡെ കേസൊക്കെ, SR ബൊമ്മ കേസൊക്കെ വരുന്നത് തന്നെ ഈ പശ്ചാത്തലത്തിലാണ്. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു പദ്ധതി എന്നുള്ള നിലക്ക് തന്നെ ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരുകളെ അതിനെ ഫങ്ഷൻ ഡിഫങ്ക്റ്റാക്കി മാറ്റുക എന്ന് പറയുന്നൊരു പ്രശ്നം സംഭവിക്കുകയാണ്. പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുക. എന്താണെന്ന് വെച്ചാൽ ഒരു ബില്ല് പാസ്സാക്കുന്നു, ഗവർണർ രാജ്ഭവനിലേക്ക് അയക്കുന്നു. അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ഒന്ന് അതിന് അസൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ മടക്കി അയക്കാം, അല്ല രാഷ്ട്രപതിക്ക് റെഫർ ചെയ്യാം. ഇത് മൂന്നും ചെയ്യുന്നില്ല. അതവിടെ കക്ഷത്ത് വെച്ചുകൊണ്ടിരിക്കുക. സർക്കാർ എന്തു ചെയ്യും? ഇത് വലിയൊരു പ്രശ്നമാണല്ലോ. സംസ്ഥാന സർക്കാർ എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ പാസ്സാക്കുന്ന ഒരു ബില്ല് അല്ലെങ്കിൽ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസംബ്ലിയാണത് പാസ്സാക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട അസംബ്ലിയാണ്, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ബോഡിയാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അവരുടെ ഉത്തരവാദിത്വം തന്നെ നിയമനിർമ്മാണമാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണി എന്താണ്? നിയമനിർമ്മാണമാണ്. അങ്ങനെ നിയമം ഉണ്ടാക്കിയിട്ട് വേണം നാട്ടിലത് നടപ്പിലാക്കാൻ. നാടിൻ്റെ വികസനവും മുന്നോട്ട് പോക്കും ഒക്കെ ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ ഇത് നിയമം ഉൾക്കൊള്ളുന്നത്. അപ്പോൾ അതിങ്ങനെ ത്രിശങ്കുവിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ സർക്കാർ ത്രിശങ്കുവിൽ നിൽക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ പോയാൽ ഭരണ പ്രതിസന്ധി അല്ലെങ്കിൽ ഭരണഘടനാ പ്രതിസന്ധി നാട്ടിലുണ്ടാകും, സ്തംഭനാവസ്ഥ ഉണ്ടാകും. അതുണ്ടാകാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് നമുക്കിത് ഇത്തരം നിരവധി അനുഭവങ്ങൾ ഉണ്ടായതിന് ശേഷമാണ് സ്റ്റാലിൻ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നതും കൂടെ മനസ്സിലാക്കണം. അവിടെയുള്ള ഗവർണർ NR രവി എന്ന് പറയുന്ന ആൾ അങ്ങനെ പരിപാടി തന്നെ ഇതാണ്, ഈ സർക്കാരുമായി എല്ലാ ദിവസവും ഏറ്റുമുട്ടുക എന്നുള്ളത്. അപ്പോൾ അതിലൊരു ക്ലാരിറ്റി വരുത്തണം എന്നുള്ളത് കസ്റ്റോഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലക്ക് സുപ്രീം കോടതിയുടെ ബാധ്യതയല്ലേ? അവരത് ചെയ്യണ്ടേ? ഇതിങ്ങനെ ഇട്ടപ്പോൾ തൃശങ്കുലിടാൻ പറ്റില്ല. നമുക്കിതിനൊരു കലണ്ടർ വെച്ചേക്കാം. ഗവർണർക്ക് കിട്ടിയാൽ ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്യുക, രാഷ്ട്രപതിക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്യുക. അങ്ങനെ അതൊന്ന് ക്ലാരിറ്റി വരുത്തുമ്പോൾ ക്ലാരിറ്റി വന്നതുകൊണ്ട് എന്ത് നഷ്ടമാണുള്ളത്? അത് രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിൽ നമ്മുടെ നിയമ നിർമ്മാണത്തിൻ്റെയും വികസനത്തിൻ്റെയും നയരൂപീകരണത്തിൻ്റെയും ഒക്കെ മണ്ഡലങ്ങളിൽ അത് വലിയ എളുപ്പമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആ കാര്യങ്ങൾ സ്മൂത്താക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സുപ്രീം കോടതി ഇങ്ങനെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു ടൈം ഫ്രെയിം ഉണ്ടാക്കുമ്പോൾ സർക്കാർ അതിനെ അനുമോദിക്കുകയാണ് വേണ്ടത്. നമുക്ക് കാര്യങ്ങളൊരു വ്യക്തത വന്നല്ലോ എന്നുള്ള നിലക്ക് കാണുകയല്ലേ വേണ്ടത്. അത് കാണാതെ അതിനെ തുരങ്കം വെക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ആലോചിച്ചത്. അതിന് ആദ്യ രംഗത്ത് വന്ന ആരാണ്? ഉപരാഷ്ട്രപതിയാണ് രംഗത്ത്. വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസിലിരിക്കുന്ന ആൾ ഇതിനെതിരെ രൂക്ഷമായി പ്രതികരിക്കുകയാണ്. ഉപരാഷ്ട്രപതി പരസ്യമായിട്ട് അതിനെതിരെ പ്രതികരിക്കുന്നു. BJPയുടെ പല ഓഫീസ് ബിയറേഴ്സ് അതിനെതിരെ സംസാരിക്കുന്നു, പല ഗവർണർമാരും സംസാരിക്കുന്നു. ഇതൊരു ആരോഗ്യകരമായ ഒരു എന്താ പറയുക, എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും തമ്മിലുള്ള ഒരു ആരോഗ്യകരമായ ബന്ധമല്ല. പരസ്പരം നമ്മുടെ ഈ ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണുകൾ പരസ്പരം സംഘർഷത്തിലേർപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് ശരിയായ ഒരു സമയമല്ല. പക്ഷേ ഇതിൽ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നിപ്പോൾ ഈ പ്രസിഡൻഷ്യൽ റെഫറൻസിനോട് പ്രതികരിച്ചുകൊണ്ട് സ്റ്റാലിൻ്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് സുപ്രീം കോടതിയുടെ വിധി അട്ടിമറിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോസിന് വേണ്ടിയുള്ള സമരത്തിൽ എല്ലാവരും, എല്ലാ പ്രതിപക്ഷ സംഘടനകളും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കണമെന്നാണ്. ഇതിനിതേ വഴിയുള്ളത് അത് നമ്മൾ കാണേണ്ട കാര്യമുണ്ടോ? ഇന്ത്യ എന്ന് പറയുന്ന ഒരാശയം നോക്കൂ, നമ്മുടെ ഭരണഘടനയുടെ ആദ്യ വാചകം ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? യൂണിയൻ, കേന്ദ്രം ഉള്ളതുകൊണ്ട് അല്ല സംസ്ഥാനങ്ങൾ. സംസ്ഥാനങ്ങളാണ് എന്തിനെ? യൂണിയനെ ഉണ്ടാക്കിയത്. ഈ യൂണിയൻ ഉണ്ടായത് എങ്ങനെയാണ്? സംസ്ഥാനങ്ങളിലൂടെയാണ്.
എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊളിറ്റിയുടെ, നമ്മുടെ രാഷ്ട്രഘടനയുടെ അടിസ്ഥാന സത്തയാണ് ഈ ഫെഡറലിസം എന്ന് പറയുന്നത്. അതിനെ തുരങ്കം വെക്കുന്ന സമീപനങ്ങൾക്കെതിരെ അത് നിസ്സാര കാര്യമല്ല, അത് ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം സാമാന്യമായ പരിധികളും ലംഘിച്ചുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു നോക്കുകയാണ് BJP ഭരണകൂടം, കേന്ദ്ര ഭരണകൂടം. അപ്പോൾ അതിനെതിരായിട്ടുള്ള സമരം, പോരാട്ടം എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല, അത് വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. പ്രതിപക്ഷ പാർട്ടികൾ, പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ അവ ഒത്തൊരുമിച്ച് ഈ പറയുന്ന സംസ്ഥാനങ്ങളെന്ന് പറയുന്ന ഈ ആശയം, ആ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ യൂണിറ്റ്, അതിൻ്റെ സ്വത്വം, അതിൻ്റെ ഐഡൻറ്റിറ്റി, അതിൻ്റെ സ്വയം നിർണയാവകാശം അത് നിലനിർത്താൻ വേണ്ടിയുള്ള സമരം കൂടുതൽ ഗൗരവതരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും എന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്.